що робиться в центрі міста Львова. Церква Святого Андрія. യുക്രൈനിലെ ലവൈവ് നഗരത്തെ ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ ആക്രമണത്തിൽ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ബെർണാഡ്രെയിൻ മൊണാസ്ട്രിയിൽ വൻ തീപിടുത്തം. ഡ്രോൺ ആക്രമണത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചു. ലോക പൈതൃക പട്ടികയിലുള്ള ഒരു സ്ഥലത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തെ യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര കുറ്റകൃത്യം എന്നാണ് വിശേഷിപ്പിച്ചത്. ചരിത്രരേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ആർക്കൈവ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ യുക്രൈനെതിരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇത്. ഏകദേശം 948 ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലെ വിവിധ നഗരങ്ങളിലേക്ക് തൊടുത്തുവിട്ടത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും വലിയ ആക്രമണം നടന്നത്. സാധാരണ രാത്രികാലങ്ങളിലാണ് ആക്രമണം നടക്കാറുള്ളതെങ്കിലും ഇത്തവണ പകൽ സമയത്തും റഷ്യ 556 ഡ്രോണുകൾ അയച്ചു. ഇത് ജനങ്ങളെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കി. ആക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവാനോ ഫ്രാങ്കിവിസ്ക് എന്ന നഗരത്തിലെ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിന് നേരെയും ആക്രമണമുണ്ടായി. ഈ ആക്രമണം തെളിയിക്കുന്നത് റഷ്യയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താൽപ്പര്യവുമില്ലെന്നാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ലോകം മറ്റു വാർത്തകളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോഴും യുക്രൈനിന്റെ വേദന വെറുമൊരു കണക്കായി മാറാൻ അനുവദിക്കില്ലെന്ന് യുക്രൈൻ പ്രഥമ വനിത ഒലീന സെലൻസ്കിയും വ്യക്തമാക്കി. റഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള കിഴക്കൻ മേഖലകളിലാണ് സാധാരണ കൂടുതൽ ആക്രമണങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ യുക്രൈനിന്റെ പടിഞ്ഞാറൻ നഗരങ്ങളെയും റഷ്യ ലക്ഷ്യം വെച്ചു. യുക്രൈൻ വ്യോമസേന ഭൂരിഭാഗം ഡ്രോണുകളെയും വെടിവെച്ചിട്ടെങ്കിലും പലയിടത്തും നേരിട്ടുള്ള പ്രഹരങ്ങൾ ഏറ്റിട്ടുണ്ട്. അതേസമയം റഷ്യയുടെ കുർസ്ക് മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റഷ്യ അറിയിച്ചു.